Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part A. Let's start. Previous ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു റീഡിംഗ് പാർട്ട് എയെ കുറിച്ചു. അപ്പം അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഓരോ ടെക്സ്റ്റിനെയും ഓരോ ടൈപ്പ് ഓഫ് ടെക്സ്റ്റിനെയും എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് ടേബിൾ ആണെങ്കിൽ എങ്ങനെ, പാരഗ്രാഫായിട്ടാണെങ്കിൽ എങ്ങനെ, വലിയ പാരഗ്രാഫ് ആണെങ്കിൽ എങ്ങനെ, ചെറിയ പാരഗ്രാഫ് ആണെങ്കിൽ എങ്ങനെ, അതുപോലെ തന്നെ ഗ്രാഫ് ആണെങ്കിൽ ഇതുപോലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടെറ്റനസ് എന്ന ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം ഒരു 2 മിനിറ്റ്സിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ടെക്സ്റ്റ് സ്കിം ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ടെക്സ്റ്റ് എ ആണ്. ടെക്സ്റ്റ് എ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പാരഗ്രാഫായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ പാരഗ്രാഫിൻ്റെയും ആദ്യത്തെ ലൈൻ വായിക്കുക, നമുക്കൊരു അർത്ഥം കിട്ടുന്നിടത്ത് വെച്ച് നമ്മൾ നിർത്തി അടുത്ത പാരഗ്രാഫിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടെറ്റനസ് ഈസ് എ സിവിയർ ഡിസീസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ സീരിയസ് ഇൽനെസ് ആൻഡ് ഡെത്ത്. അവിടെ അത് മതി. ടെറ്റനസ് സംടൈംസ് കോൾഡ് ലോക്ക് ജോ. അടുത്ത പാരഗ്രാഫ് വായിച്ചു. അടുത്തത് ഏർലി സിംറ്റംസ് ഓഫ് ടെറ്റനസ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് സിംറ്റംസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് വായിച്ചു നോക്കുന്നില്ല. അടുത്ത പാരഗ്രാഫ് നോക്കുന്നത് എ പേഴ്സൺ മേ ഹാവ് ഫീവർ ആൻഡ് സംടൈംസ് ഡെവലപ്പ് അബ്നോർമൽ ഹാർട്ട് റിതംസ്. അപ്പോൾ അവിടെ കോംപ്ലിക്കേഷൻസിനെ പറ്റിയാണെന്ന് മനസ്സിലായി. അടുത്ത പാരഗ്രാഫിലോട്ട് പോകുന്നു. ദർ ഈസ് നോ സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ടെസ്റ്റ്. അപ്പോൾ അവിടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ പറ്റിയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ടെക്സ്റ്റ് എയിൽ എന്താണെന്ന് മനസ്സിലായി. ഇനി ടെക്സ്റ്റ് ബി എന്ന് പറയുമ്പോൾ ഹെഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട കാര്യമില്ല അല്ലേ. ടെറ്റനസ് റിസ്ക്, ടെറ്റനസ് പ്രോൺ വൂണ്ടീസ്. അപ്പം ടെറ്റനസിൻ്റെ റിസ്കിനെ പറ്റിയാണ് ബിയിൽ പറയുന്നത്. പിന്നെ ഏതൊക്കെ വൂണ്ടാണ് ടെറ്റനസ് ഉണ്ടാവാനുള്ള ചാൻസ് എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ അവിടെ താഴെ രണ്ട് ചെറിയ പാരഗ്രാഫ് ഉണ്ട്. ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സ് ആർ ഗ്രേറ്റസ്റ്റ് റിസ്ക് ഓഫ് ടെറ്റനസ്. ഇമ്മ്യൂണോ സപ്രസ്ഡ് പേഷ്യൻസ് മേ നോട്ട് ബി അഡിക്വേറ്റ്ലി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ടെറ്റനസ്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് സിയിൽ ടെറ്റനസ് ഇമ്മ്യൂണൈസേഷൻ ഫോളോവിങ് ദ ഇഞ്ചറീസ്. അപ്പോൾ ടെറ്റനസിൻ്റെ ഇമ്മ്യൂണൈസേഷനെ പറ്റിയാണ് സിയിലെന്ന് മനസ്സിലായി. നമ്മൾ കമ്മിങ് ടു ടെക്സ്റ്റ് ഡിയിലോട്ട് വരുന്നു. ടെക്സ്റ്റ് ഡിയിലെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഹ്യൂമൻ ടെറ്റനസ് ഇമ്മ്യൂണോ ഗ്ലോബുലിനാണ്. അവിടെ 2-3 ഹെഡിങ് ഉണ്ട്, അതുകൂടെ നോക്കി പോവുക. അവിടെ എന്താണ്, ഇൻഡിക്കേഷൻസ് എന്താണ്, ഡോസ് എന്താണ്, പ്രിവെൻഷൻ ഡോസും ട്രീറ്റ്മെൻറ്റ് ഡോസും പറഞ്ഞിട്ടുണ്ട്, കോൺട്രാ ഇൻഡിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്, അഡ്വേഴ്സ് റിയാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിം ചെയ്ത് കഴിഞ്ഞു. 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ സ്കിം ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഒരു 30 സെക്കൻഡ്സ് എടുത്ത് നമ്മൾ ഓരോ പാരഗ്രാഫിലും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. നമുക്ക് റീകോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്കത് എളുപ്പം ആൻസേഴ്സിലോട്ട് എത്താനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. എയിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്. എ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടെറ്റനസ് എന്ന് പറയുന്ന ഒരു സിവിയർ ഡിസീസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ അനദർ നെയിം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇത്രയുമാണ്. ഏർലി സയൻസ് ആൻഡ് സിംറ്റംസ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് എയിൽ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു ടെറ്റനസിൻ്റെ റിസ്കിനെ പറ്റിയാണ്. ഏതൊക്കെ വൂണ്ടാണ് ടെറ്റനസ് ഉണ്ടാകാനുള്ള റിസ്ക് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ വൂണ്ടിൻ്റെ കാര്യവും പിന്നെ വേറെ 2 ആൾക്കാർ ഇതിന് കൂടുതൽ റിസ്ക് ആണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്, ഇമ്മ്യൂണോ സപ്രസ്ഡ് പേഷ്യൻസിൻ്റെ കാര്യവും ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സിൻ്റെ കാര്യം. ഇത്രയും കാര്യമാണ് ബി പറഞ്ഞത്. സിയിലെന്ന് പറയുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് ആണ് പറഞ്ഞത്. അടുത്തത് ഡിയിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഹ്യൂമൻ ടെറ്റനസ് ഇമ്മ്യൂണോ ഗ്ലോബലിനെ പറ്റി, അതിൻ്റെ ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, അഡ്വേഴ്സ് റിയാക്ഷൻസ്, ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ഡി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റീകോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ക്വസ്റ്റ്യനിലോട്ട് കിടക്കുമ്പോൾ 1 to 6 നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നില്ല. 7 to 20 ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് 1 to 6 ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരുടെയും കൺവീനിയൻസ് അനുസരിച്ച് അവരവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. അപ്പം അവിടെ ആ 7ാമത്തെ ക്വസ്റ്റ്യന് മുകളിലായിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്,
പേഷ്യൻസ് അറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ടെറ്റനസ്. അപ്പം അങ്ങനെ ഹെഡിങ്സ് കാണുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്യണം. അപ്പം അതിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിനെ സംബന്ധിച്ചിട്ട് ഏത് പാരഗ്രാഫിൽ നിന്നാണോ ആ മെസ്സേജ് ഉള്ളത് ആ പാരഗ്രാഫിൽ നിന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് അപ്പം കാണുക. അപ്പോൾ ഇതുപോലുള്ള വേറെയും മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ടെറ്റനസ്. അപ്പോൾ റിസ്കിനെ പറ്റിയാണ്, ടെറ്റനസിൻ്റെ റിസ്കിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 7 to 12 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും നമുക്ക് റിസ്ക് കണ്ടത് എവിടെയാണ് നമ്മൾ കണ്ടത് ബിയിലായിരുന്നു അല്ലേ. അപ്പോൾ 7 to 12 ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് വരുന്നത് ബിയിലായിരിക്കും, ടെക്സ്റ്റ് ബിയിലായിരിക്കും നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. അത് നമുക്ക് ആ ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് രണ്ട് കീവേഡ്സ്, മിനിമം 2 കീവേഡ്സ് എങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും, ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസറിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ മിനിമം 2 കീവേഡ്സ് എങ്കിലും നമ്മൾ ചൂസ് ചെയ്തിരിക്കണം. അപ്പോൾ 2ൽ കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷേ മിനിമം 2 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. ഇഫ് എ പേഷ്യൻറ്റ് ഹാസ് ബീൻ ടച്ചിങ് ഡാഷ് ഓർ എർത്ത് ദേ ആർ മോർ സസെപ്റ്റബിൾ ടു ടെറ്റനസ്. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഇത് ടെക്സ്റ്റ് ബിയിൽ നിന്നാണ്. എങ്കിലും ഓരോ ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് നമ്മളുടെ ടെക്സ്റ്റ് കണ്ടുപിടിക്കുന്നതെന്നുള്ള ഇതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ദേ ആർ മോർ സസെപ്റ്റബിൾ ടു ടെറ്റനസ്. മോർ സസെപ്റ്റബിൾ ടു ടെറ്റനസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ പാരാഫ്രൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്, റിസ്ക് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായി റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബിയിലാണ് പറയുന്നത്. അപ്പം നമ്മുടെ പാരഗ്രാഫിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ടെക്സ്റ്റ് ബിയിലാണ് നമ്മുടെ ആൻസർ എന്നുള്ളത്. ഇനി നമ്മൾ ആൻസറിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഇഫ് എ പേഷ്യൻറ്റ് ഹാസ് ബീൻ ടച്ചിങ് ഓർ എർത്ത് ദേ ആർ മോർ സസെപ്റ്റബിൾ ടു ടെറ്റനസ്. അപ്പം ടച്ചിങ് ഡാഷ് ഓർ എർത്ത് ഈ വേർഡാണ് നമ്മളിനി ടെക്സ്റ്റ് ബിയിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ നോക്കുന്നു, അവിടെ 2ാമത്തെ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ 2ാമത്തെ സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പങ്ക്ചർ ടൈപ്പ് വൂണ്ട് പർട്ടിക്കുലർലി വേർ ദെയർ ഹാസ് ബീൻ കോണ്ടാക്ട് വിത്ത് സോയിൽ ഓർ ഓർഗാനിക് മാറ്റർ. അപ്പോൾ എർത്ത് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എർത്ത് എന്ന് പറയുന്നത് ഇവിടെ പാരഗ്രാഫിൽ തന്നിരിക്കുന്നത് സോയിൽ ഓർ എന്താണ്, ഓർഗാനിക് മാറ്റർ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ. ഇനി നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. എനി ഡാഷ് ലോഡ്ജഡ് ഇൻ ദ സൈറ്റ് ഓഫ് ആൻ ഇഞ്ചുറി വിൽ ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ടെറ്റനസ്. ഇവിടെ നമുക്ക് റിസ്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്, മോർ ലൈക്ലിഹുഡ് ഓഫ് ടെറ്റനസ്. അപ്പം അതാണ് നമ്മുടെ റിസ്കിന് പകരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് മനസ്സിലായി ബി ആണെന്നുള്ളത്. ഇനി ആൻസറിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്, എനി ഡാഷ് ലോഡ്ജഡ് ഇൻ ദ സൈറ്റ് ഓഫ് ആൻ ഇഞ്ചുറി. ഇത്രയുമാണ് നമ്മൾ ആൻസറിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. എനി ഡാഷ് ലോഡ്ജഡ് ഇൻ ദ സൈറ്റ് ഓഫ് ആൻ ഇഞ്ചുറി. അപ്പം നമ്മൾ പാരഗ്രാഫിലോട്ട് പോകുന്നു. അത് നമ്മുടെ പാരഗ്രാഫിൽ 4ാമത്തെ ബുള്ളറ്റ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, എനി വൂണ്ട് കണ്ടെയ്നിങ് ഫോറിൻ ബോഡീസ്. അപ്പം ലോഡ്ജഡ് ഇൻ ദ എന്നുള്ളതിന് നമുക്ക് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടെയ്നിങ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, ഫോറിൻ ബോഡീസ്. എനി ഫോറിൻ ബോഡീസ് ലോഡ്ജഡ് ഇൻ ദ സൈറ്റ് ഓഫ് ആൻ ഇഞ്ചുറി വിൽ ഇൻക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ടെറ്റനസ്. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. പേഷ്യൻസ് വിത്ത് ഡാഷ് ഫ്രാക്ചേഴ്സ് ആർ പ്രോൺ ടു ടെറ്റനസ്. ഇപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യനകത്ത് റിസ്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്, പ്രോൺ ടു ടെറ്റനസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ആൻസറിലോട്ട് നയിക്കുന്ന കീവേഡ് എന്ന് പേഷ്യൻ്റ് വിത്ത് ഡാഷ് ഫ്രാക്ചർ. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഒരു ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ആയിരിക്കും അല്ലേ. നമ്മളപ്പം ടെക്സ്റ്റ് ബിയിലോട്ട് പോകുന്നു. ടെക്സ്റ്റ് ബിയിൽ 3ാമത്തെ ബുള്ളറ്റ് പോയിൻറ്റ്സ് കണ്ടോ, എനി വൂണ്ട് ഫ്രം ദ കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ്. അപ്പോൾ ഫ്രാക്ചേഴ്സ് എന്നുള്ളത് ഡാഷ് കഴിഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, കോമ്പൗണ്ട്. അപ്പം ഫില്ലിങ് ദ ബ്ലാങ്ക്സിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ആർട്ടിക്കിൾ മിസ്സാവുകയോ അതുപോലെ തന്നെ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുകയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇവിടെ നമുക്ക് ഫ്രാക്ചേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് എന്ന് മാത്രം എഴുതിയാൽ മതിയാവും.
ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡിലേയിങ് ദ സർജറി ഓൺ ആൻ ഇഞ്ചുറി ഓർ ബേൺ ബൈ മോർ ദാൻ ഡാഷ് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ടെറ്റനസ്. അപ്പോൾ ഇവിടെ റിസ്കിന് പകരം എന്താണ്, ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി എന്നുള്ള വേർഡാണ് നമുക്ക് റിസ്കിന് പകരമായിട്ട് തന്നിരിക്കുന്നത്. ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ടെറ്റനസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസറിലേക്ക് നയിക്കുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ ഡിലേയിങ് ദ സർജറി ഓൺ ആൻ ഇഞ്ചുറി ഓർ ബേൺ ബൈ മോർ ദാൻ ഡാഷ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബിയിൽ പോകുന്നു. ടെക്സ്റ്റ് ബിയിൽ ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റ് നോക്കുക. എനി വൂണ്ട് ഓർ ബേൺ ദാറ്റ് റിക്വയർ സർജിക്കൽ ഇൻ്റർവെൻഷൻ ദാറ്റ് ഈസ് ഡിലേഡ് ഫോർ ഗ്രേറ്റർ ദാൻ 6 hours. അപ്പം നമുക്ക് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, മോർ ദാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്, 6 hours. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ബേൺസ് പേഷ്യൻറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഡാഷ് ദേ ആർ മോർ ലയബിൾ ടു കൺട്രാക്ട് ടെറ്റനസ്. ഇവിടെ റിസ്കിന് പകരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ് മോർ ലയബിൾ ടു കൺട്രാക്ട് ടെറ്റനസ്. അപ്പം ഇവിടെ ആൻസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇഫ് എ ബേൺ പേഷ്യൻറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഡാഷ് ദേ ആർ മോർ ലയബിൾ ടു കൺട്രാക്ട് ദ ടെറ്റനസ്. അപ്പോൾ അവിടെ നമ്മുടെ ആൻസറായിട്ട് വരിക എന്താണ്, ഒരു കണ്ടീഷനായിരിക്കും, നെയിം ഓഫ് എ കണ്ടീഷനായിരിക്കും അല്ലേ, ഡയഗ്നോസ്ഡ് വിത്ത് ഡാഷ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബിയിലോട്ട് പോകുന്നു. ടെക്സ്റ്റ് ബിയിൽ 5ാമത്തെ ബുള്ളറ്റ് പോയിന്റ് നോക്കുക. എനി വൂണ്ട് ഓർ ബേൺ ഇൻ പേഷ്യൻറ്റ് ഹൂ ഹാവ് സിസ്റ്റമിക് സെപ്സിസ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, സിസ്റ്റമിക് സെപ്സിസ്. അപ്പം ഇവിടെ ഡയഗ്നോസ്ഡ് വിത്ത് എന്നല്ലേ ചോദിച്ചേക്കുന്നത്, ഡയഗ്നോസ്ഡ് വിത്ത്, നമ്മുടെ ആൻസർ സിസ്റ്റമിക് സെപ്സിസ്. അപ്പം പേഷ്യൻറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് സിസ്റ്റമിക് സെപ്സിസ് ദേ ആർ മോർ ലയബിൾ ടു കൺട്രാക്ട് ടെറ്റനസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ പേഷ്യൻറ്റ് ഹൂ ഈസ് ഡാഷ് ഓർ റെഗുലർ റെക്രിയേഷണൽ ഡ്രഗ് യൂസർ വിൽ ബി ഗ്രേറ്റർ റിസ്ക് ഓഫ് ടെറ്റനസ്. അപ്പം നമ്മൾ എന്താണ് ഗ്രേറ്റർ റിസ്ക് ഓഫ് ടെറ്റനസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ബിയിലാണെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ആൻസറിലേക്ക് പോകുന്നു. എ പേഷ്യൻറ്റ് ഹൂ ഈസ് ഡാഷ് ഓർ റെഗുലർ റെക്രിയേഷണൽ ഡ്രഗ് യൂസർ. അപ്പം പേഷ്യൻറ്റ് ഹൂ ഈസ് ഡാഷ് ഓർ റെഗുലർ റെക്രിയേഷണൽ ഡ്രഗ് യൂസർ. ഇവിടെ റെഗുലർ റെക്രിയേഷണൽ ഡ്രഗ് യൂസറിന് ഇവിടെ എന്താണ്, ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കും പിന്നെ ആൾക്കാരും നമുക്ക് റിസ്ക് പറഞ്ഞത് ഇമ്മ്യൂണോ സപ്രസ്ഡ് പേഷ്യൻസിനുമായിരുന്നു അല്ലേ. അപ്പം എ പേഷ്യൻറ്റ് ഹൂ ഈസ് എന്നതാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, ഇമ്മ്യൂണോ സപ്രസ്ഡ് എന്നാണ് നമ്മുടെ ആൻസർ. ഇമ്മ്യൂണോ സപ്രസ്ഡ് പേഷ്യൻ്റ് എന്ന് എഴുതിയാൽ തെറ്റാവും. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എ പേഷ്യൻറ്റ് ഹൂ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോ സപ്രസ്ഡ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, അതിൻ്റെ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്ത് പാരഗ്രാഫിലോട്ടും ആൻസറും ലൊക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13 ക്വസ്റ്റ്യന് മുകളിലായിട്ട് ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ, മാനേജ്മെൻറ്റ് ഓഫ് ടെറ്റനസ് പ്രോൺ ഇഞ്ചുറീസ്. അപ്പോൾ അവിടെ എന്താണ്, മാനേജ്മെൻറ്റ് ഓഫ് ടെറ്റനസ് എന്നാണ്. മാനേജ്മെൻറ്റ് ഓഫ് ടെറ്റനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ്, ഏത് പാരഗ്രാഫാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ടെറ്റനസിൻ്റെ മാനേജ്മെൻറ്റായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇമ്മ്യൂണൈസേഷനാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ടെക്സ്റ്റ് സിയിലല്ലായിരുന്നോ നമ്മൾ ഇമ്മ്യൂണൈസേഷനെ പറ്റി കണ്ടത്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ടെക്സ്റ്റ് സിയിലാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ക്ലീൻ ദ വൂണ്ട് തറൗലി ആൻഡ് പ്രിസ്ക്രൈബ് ഡാഷ് ഇഫ് നെസസറി ഫോളോഡ് ബൈ ടെറ്റനസ് വാക്സിൻ ആൻഡ് HTIG ആസ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ക്ലീൻ ദ വൂണ്ട് തറൗലി ആൻഡ് പ്രിസ്ക്രൈബ് ഡാഷ്. അപ്പം പ്രിസ്ക്രൈബ് ഡാഷ്, അപ്പോൾ നെയിം ഓഫ് എ മെഡിക്കേഷനാണ് നമുക്കവിടെ ആൻസറായിട്ട് വരിക. അപ്പോൾ ക്ലീൻ ദ വൂണ്ട് തറോലി ആൻഡ് പ്രിസ്ക്രൈബ് ഡാഷ് ഇഫ് നെസസറി ഫോളോഡ് ബൈ ദ ടെറ്റനസ് വാക്സിൻ ആൻഡ് HTIG ആസ് അപ്രോപ്രിയേറ്റ്. അപ്പം നമ്മൾ ഇമ്മ്യൂണൈസേഷനകത്ത് വരുന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതിയിട്ടുണ്ട്, തറോ ക്ലീനിങ് ഓഫ് ദ വൂണ്ട് ഈസ് എസെൻഷ്യൽ irrespective of the immunization history of the patient and appropriate antibiotics should be prescribed. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, പ്രിസ്ക്രൈബ് ആൻറ്റിബയോട്ടിക്സ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നു.
14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ വെയർ വിൽ എ പേഷ്യൻറ്റ് സഫറിങ് ഫ്രം ടെറ്റനസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് മസിൽ കൺട്രാക്ഷൻസ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വെയർ വിൽ എ പേഷ്യൻറ്റ് സഫറിങ് ഫ്രം ടെറ്റനസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് എവിടെയാണ് ഫസ്റ്റ് മസിൽ കൺട്രാക്ഷൻസ് അനുഭവപ്പെടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മസിൽ കൺട്രാക്ഷൻസ്, പേഷ്യൻറ്റ് സഫറിങ് ഫ്രം ടെറ്റനസ് എക്സ്പീരിയൻസ് മസിൽ കൺട്രാക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി എക്സ്പീരിയൻസ് മസിൽ കൺട്രാക്ഷൻ ഇതൊക്കെ എവിടെയാണ് വരുന്നത്, വരാൻ ചാൻസ് ഉള്ളത് സയൻസ് ആൻഡ് സിംറ്റംസിലാണ് അല്ലേ മസിൽ കൺട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ നോക്കുക. ടെക്സ്റ്റ് എയിലാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. നമ്മുടെ പാരഗ്രാഫിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. സയൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞിരുന്നത് നമുക്ക് ടെക്സ്റ്റ് എയിലാണ്. അപ്പം നമ്മൾ ഏർലി സിംറ്റംസ് ഓഫ് ടെറ്റനസിൻ്റെ താഴെ നോക്കുന്നു. അപ്പം ഫസ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. പെയിൻഫുൾ മസിൽ കൺട്രാക്ഷൻ ദാറ്റ് ബിഗിൻ ഇൻ ദ ജോ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഇൻ ദ ജോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. വാട്ട് ക്യാൻ മസിൽ സ്പാസം ഇൻ ടെറ്റനസ് പേഷ്യൻസ് സംടൈംസ് ലീഡ് ടു. അപ്പോൾ ഇവിടെ എന്താണ്? മസിൽ സ്പാസം. അപ്പം ഇവിടെയും ഒരു വാട്ട് ക്യാൻ മസിൽ സ്പാസം ഇൻ ദ ടെറ്റനസ് പേഷ്യൻസ് സംടൈംസ് ലീഡ് ടു. അപ്പം അപ്പോൾ അവിടെ എന്താണ്? ഒരു കോംപ്ലിക്കേഷൻസിനെ പറ്റിയാണ് അല്ലേ ചോദിക്കുന്നത്. അപ്പം മസിൽ സ്പാസം, ടെറ്റനസ് പേഷ്യൻ്റെ മസിൽ സ്പാസം എന്തിലോട്ടൂടെ നയിച്ചേക്കാം, അതിൻ്റെ ഫലമായിട്ട് എന്തും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഇതാണ് ചോദിക്കുന്നത് അല്ലേ. വാട്ട് ക്യാൻ മസിൽ സ്പാസം ഇൻ ടെറ്റനസ് പേഷ്യൻസ് സംടൈംസ് ലീഡ് ടു. മസിൽ സ്പാസം എന്തിലോട്ട് ലീഡ് ചെയ്തേക്കാം എന്നാണ്. അപ്പോൾ അവിടെ എന്താണ് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലായി ഇത് കോംപ്ലിക്കേഷൻസിനെ പറ്റിയാണ് അവിടെ ചോദിക്കുന്നത് എന്നുള്ളത് അല്ലേ. നമ്മൾ കണ്ടിരുന്നു കോംപ്ലിക്കേഷൻസ് എവിടെയാണ് പറഞ്ഞിരുന്നത്? ടെക്സ്റ്റ് എയിലാണ്. അപ്പം നമ്മുടെ പാരഗ്രാഫിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മൾ ടെക്സ്റ്റ് എയിലോട്ട് പോകുന്നു. അപ്പം കോംപ്ലിക്കേഷൻസ് പറഞ്ഞ ഇവിടെയാണ് സയൻസ് ആൻഡ് സിംറ്റംസിൻ്റെ താഴത്തെ പാരഗ്രാഫിലെ എ പേഴ്സൺ മേ ഹാവ് ഫീവർ ആൻഡ് സംടൈംസ് ഡെവലപ്പ് അബ്നോർമൽ ഹാർട്ട് റിതംസ്. കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ന്യൂമോണിയ, ബ്രോക്കൺ ബോൺസിൻ്റെ ബ്രാക്കറ്റിൽ നോക്കിയേ ഫ്രം ദ മസിൽ സ്പാസം എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബ്രോക്കൺ ബോൺസ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ആൻസറും കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് യു ടെസ്റ്റ് ഫോർ ടെറ്റനസ് യൂസിങ് എ സ്പാച്ചുല വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് വിൽ കൺഫേം ദ കണ്ടീഷൻ. അപ്പോൾ ടെസ്റ്റ് ഫോർ ടെറ്റനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയഗ്നോസിസിനകത്ത് വരുന്ന കാര്യമാണല്ലേ. ഇഫ് യു ടെസ്റ്റ് ഫോർ ടെറ്റനസ് യൂസിങ് എ സ്പാച്ചുല വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ വിൽ കൺഫേം ദ കണ്ടീഷൻ ടെസ്റ്റ് ഇതൊക്കെ പറയുമ്പോൾ എവിടെയാണ്? ഡയഗ്നോസിസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി. അപ്പം ഡയഗ്നോസിസ് എവിടെയാണ് നമ്മൾ കണ്ടത്? ടെക്സ്റ്റ് എയിലാണ്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു ടെക്സ്റ്റ് എ. ഇനി ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് നമ്മുടെ ആൻസറായിട്ട് വരിക അല്ലേ. ഇഫ് യു ടെസ്റ്റ് ഫോർ എ ടെറ്റനസ് യൂസിങ് എ സ്പാച്ചുല വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ വിൽ കൺഫേം ദ കണ്ടീഷൻ. ഏത് റിയാക്ഷനാണ് നമ്മുടെ കണ്ടീഷൻ കൺഫേം ആക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയഗ്നോസിസ് ഈ ടെക്സ്റ്റ് എയിലെ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫിനകത്താണ് കണ്ടത് അല്ലേ. ദർ ഈസ് നോ സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ടെസ്റ്റ്. ഡയഗ്നോസിസ് ഈസ് മെയ്ഡ് ക്ലിനിക്കലി. ദ സ്പാച്ചുല ടെസ്റ്റ് ഈസ് യൂസ്ഫുൾ. ടച്ചിങ് ദ ബാക്ക് ഓഫ് ദ ഫാരിങ്സ് വിത്ത് ദ സ്പാച്ചുല എലിസിറ്റ് എ ബൈറ്റ് റിഫ്ലെക്സ്. നമ്മുടെ ആൻസർ എന്താണ്? അവർ ചോദിച്ചിരുന്നത് എന്താണ്? ടൈപ്പ് ഓഫ് റിയാക്ഷൻ അല്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എ ബൈറ്റ് റിഫ്ലെക്സ്. ഇനി നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൗ മെനി ടൈംസ് വിൽ യു ഹാവ് ടു വാക്സിനേറ്റ് എ പേഷ്യൻറ്റ് ഹൂ നീഡ്സ് എ ഫുൾ കോഴ്സ് ഓഫ് ടെറ്റനസ് വാക്സിൻ. അപ്പോൾ എത്ര തവണയാണ് ഒരു ഫുൾ കോഴ്സ് ഓഫ് ടെറ്റനസ് വാക്സിൻ എടുക്കേണ്ടത്? എത്ര തവണ നമ്മൾ ഒരു ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര തവണ നമ്മൾ വാക്സിനേറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഹൗ മെനി ടൈംസ് നമുക്കവിടെ ആൻസറായിട്ട് വരിക ഒരു നമ്പറാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നത് എവിടെയാണ്? ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യം പറഞ്ഞത് ടെക്സ്റ്റ് സിയിലാണ്. അപ്പം നമ്മുടെ പാരഗ്രാഫിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ടെക്സ്റ്റ് സിയിലാണ്. ഇനി നമ്പർ ഓഫ് ടൈംസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ആ ടേബിളിൻ്റെ താഴെ ഒരു നോട്ട്സ് തന്നിട്ടുണ്ട്. നോട്ട്സിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? ഹാസ് റിസീവ്ഡ് ടോട്ടൽ ഓഫ് 5 ഡോസസ് ഓഫ് വാക്സിൻ അറ്റ് അപ്രോപ്രിയേറ്റ് ഇൻ്റർവെൽസ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 5 എന്നോ 5 ടൈംസ് എന്നോ നമുക്ക് എഴുതാം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് യു ഗീവ് എ ഡ്രഗ് യൂസർ ഇഫ് യു ആർ അൺസർട്ടൺ ഓഫ് ദെയർ വാക്സിനേഷൻ ഹിസ്റ്ററി.
ഇപ്പം നമുക്കറിയാം, നമ്മൾ റിസ്ക് വായിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു, സ്കിം ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നതാണ് ഡ്രഗ് യൂസറിൻ്റെ കാര്യമൊക്കെ ഇല്ലേ. അപ്പം വാട്ട് ഷുഡ് യു ഗിവ് എ ഡ്രഗ് യൂസർ ഇഫ് യു അൺസർട്ടൺ ഓഫ് ദെയർ വാക്സിനേഷൻ ഹിസ്റ്ററി. അവരുടെ വാക്സിനേഷൻ ഹിസ്റ്ററി അൺസർട്ടൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളൊരു ഡ്രഗ് യൂസർക്ക് നൽകുന്നതെന്നാണ് ചോദിച്ചത്. അപ്പം ഡ്രഗ് യൂസറൊക്കെ കണ്ടത് നമ്മൾ ടെക്സ്റ്റ് ബിയിൽ റിസ്കിനകത്തായിരുന്നു കണ്ടല്ലേ. അപ്പം അവിടെ നമ്മൾ ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സ് ആർ എ ഗ്രേറ്റർ റിസ്ക് ഓഫ് ടെറ്റനസ്. എവറി ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി ടേക്കൺ ടു എൻഷുർ ദാറ്റ് ആർ ഫുള്ളി പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് ടെറ്റനസ്. ബൂസ്റ്റർ ഡോസസ് ഷുഡ് ബി ഗിവൺ ഇഫ് ദെയർ ഈസ് എനി ഡൗട്ട് അബൌട്ട് ദെയർ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്. അപ്പം എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടതെന്നല്ലേ ചോദിച്ചു. ഒന്നുകിൽ നമുക്കവിടെ ആൻസറായിട്ട് എ ബൂസ്റ്റർ ഡോസ് എന്നോ അല്ലെങ്കിൽ ബൂസ്റ്റർ ഡോസസ് എന്നോ എഴുതാവുന്നതാണ്. ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് സൈസ് ഓഫ് നീഡിൽ ഷുഡ് യു യൂസ് ടു ഇൻജെക്റ്റ് HTIG. അപ്പം ഇവിടെ നമ്മൾ കണ്ടു HTIGയെ പറ്റി പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഡി ആയിരുന്നു അല്ലേ. ടെക്സ്റ്റ് ഡിയിലാണെന്ന് മനസ്സിലായി. നമ്മുടെ ആൻസറിലോട്ട് നയിക്കുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ വാട്ട് സൈസ് ഓഫ് നീഡിൽ. നീഡിലിൻ്റെ സൈസാണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ ഒരു ഡോസ് പ്രിവെൻഷൻ ഡോസ് എന്നൊക്കെ പറഞ്ഞ ഒരു കോളം തന്നില്ലേ, അതിൻ്റെ താഴെയായിട്ട് എഴുതിയേക്കുന്നുണ്ടോ. ഡ്യൂ ടു ഇറ്റ്സ് വിസ്കോസിറ്റി HTIG ഷുഡ് ബി അഡ്മിനിസ്ട്രേഡ് സ്ലോലി യൂസിങ് 23 ഗോജ് നീഡിൽ. അപ്പം നമ്മുടെ സൈസ് എത്രയാണ്, 23 ഗോജ്. ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മൈറ്റ് എ പേഷ്യൻറ്റ് ഹു എക്സ്പീരിയൻസ്ഡ് ആൻ അഡ്വേഴ്സ് റിയാക്ഷൻസ് ടു HTIG ബി ഏബിൾ ടു സ്റ്റോപ്പ് ഡൂയിങ്. അപ്പം വാട്ട് മൈറ്റ് എ പേഷ്യൻറ്റ് ഹു എക്സ്പീരിയൻസ്ഡ് ആൻ അഡ്വേഴ്സ് റിയാക്ഷൻ. അഡ്വേഴ്സ് റിയാക്ഷൻ നമ്മൾ കണ്ടത് എവിടെയാണ്, ടെക്സ്റ്റ് ഡിയിലായിരുന്നു അല്ലേ. HTIGയുടെ ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, അഡ്വേഴ്സ് റിയാക്ഷൻസ് ഇതൊക്കെ നമ്മൾ കണ്ടത് ടെക്സ്റ്റ് ഡിയിലായിരുന്നു. അപ്പം ഇവിടെ പറയുന്നത് അഡ്വേഴ്സ് റിയാക്ഷൻസ് ടു HTIG ടു ബി അൺഏബിൾ ടു സ്റ്റോപ്പ് ഡൂയിങ്. പേഷ്യൻ്റ് എന്താണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത്. പേഷ്യൻറ്റ് ഹു എക്സ്പീരിയൻസ്ഡ് അഡ്വേഴ്സ് റിയാക്ഷൻ HTIG കൊടുത്തിട്ട് അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടായ ഒരു പേഷ്യൻ്റ് എന്ത് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്രയാസം. സ്റ്റോപ്പ് അൺഏബിൾ ടു സ്റ്റോപ്പ് ഡൂയിങ് ഡാഷ്. അപ്പം നമ്മൾ അഡ്വേഴ്സ് റിയാക്ഷൻ്റെ അടുക്ക ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ നോക്കുന്നു ലോക്കൽ പെയിൻ, എരിത്മിയ, ഇൻഡ്യൂറേഷൻ അവിടെയൊന്നുമില്ല. ജനറൽ പൈറക്സിയ, ഹൈപ്പോട്ടോണിക് ഹൈപ്പോ റെസ്പോൺസീവ് എപ്പിസോഡ്, പേഴ്സിസ്റ്റൻ്റ് ക്രൈയിങ്. അപ്പം പേഴ്സിസ്റ്റൻ്റ് ക്രൈയിങ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, അണേബിൾ ടു സ്റ്റോപ്പ് ഡൂയിങ് ക്രൈയിങ്. അണേബിൾ ടു സ്റ്റോപ്പ് എന്നുള്ളതിനെയാണ് നമുക്കിവിടെ പാരാഫ്രൈസ് ചെയ്ത് പെർസിസ്റ്റൻ്റ് എന്ന് തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്രൈയിങ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ ഇനി നമുക്ക് 1 to 6 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് ദാറ്റ് മേ ലീഡ് ടു ടെറ്റനസ്. ഇപ്പം നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ടൈപ്പ് ഓഫ് ഇഞ്ചുറീസിൻ്റെ കാര്യവും വൂണ്ട്, എങ്ങനെയുള്ള വൂണ്ടാണ് റിസ്കിലോട്ട് ടെറ്റനസിന് റിസ്ക് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത് എവിടെയാണ്, ടെക്സ്റ്റ് ബിയിലായിരുന്നു അല്ലേ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സൈൻസ് ദാറ്റ് ദ പേഷ്യൻറ്റ് മേ ഹാവ് ടെറ്റനസ്, ഏർലി സിംറ്റംസ് നമ്മൾ കണ്ടത് എവിടെയാണ്, ടെക്സ്റ്റ് എയിലായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടു ഡിസൈഡ് വെദർ എ ടെറ്റനസ് വാക്സിൻ ഈസ് നെസസറി. അപ്പം നമ്മൾ ടെറ്റനസ് വാക്സിൻ്റെ കാര്യമൊക്കെ കണ്ടത് സിയിലായിരുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ സി. നാലാമത്തെ ക്വസ്റ്റ്യൻ അൻ ഓൾട്ടർനേറ്റീവ് നെയിം ഓഫ് ടെറ്റനസ്. ഓൾട്ടർനേറ്റീവ് നെയിം നമ്മൾ കണ്ടത് ലോക്ക് ജോ എന്നും പറഞ്ഞ് കണ്ടില്ലായിരുന്നോ. അപ്പോൾ ടെക്സ്റ്റ് എയിലായിരുന്നു അതല്ലേ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പോസിബിൾ സൈഡ് ഇഫക്ട്സ് ഓഫ് പർട്ടിക്കുലർ ടെറ്റനസ് മെഡിക്കേഷൻ, അഡ്വേഴ്സ് റിയാക്ഷൻസ് ഇതൊക്കെ പറഞ്ഞത് എവിടെയാണ്, ടെക്സ്റ്റ് ഡിയിലാണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി. ആറാമത്തെ ക്വസ്റ്റ്യൻ അതർ കണ്ടീഷൻസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ടെറ്റനസ്. അപ്പം ടെറ്റനസിനോട് അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസീസിനെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് എവിടെയായിരുന്നു, ടെക്സ്റ്റ് എയിലായിരുന്നു അല്ലേ. സംടൈംസ് ഡെവലപ്പ് അബ്നോർമൽ ഹാർട്ട് റിതം, കോംപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ന്യൂമോണിയ, ബ്രോക്കൺ ബോൺസ്, റെസ്പിറേറ്ററി ഫെയിലുവർ, കാർഡിയാക് അറസ്റ്റ്. അങ്ങനെ അതർ സിംറ്റംസ് ഒക്കെ പറഞ്ഞിരുന്നത് എവിടെയാണ്, അതർ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ടെക്സ്റ്റ് എയിലായിരുന്നു. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ
ക്വസ്റ്റ്യൻ വായിച്ചു, അതിൻ്റെ പാരഗ്രാഫിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ആൻസറിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അവിടുന്ന് കീവേഡ് എടുത്തിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത പാരഗ്രാഫിൽ പോയി സെർച്ച് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് എ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.